വൈകിട്ടായപ്പോൾ വിശക്കണു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാം, എന്തെങ്കിലും ചോറ് തിന്നാൻ വയ്യ. അപ്പം ഇപ്പി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പി ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഈ നൂഡിൽസ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് അത് മാത്രം വേവിച്ച് പിന്നെ ഈ മസാലയ്ക്കകത്ത് അത് ഇടത്തില്ല. മസാല ഒരു വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് അതിൽ മസാല ചേർത്തൊക്കെ നൂഡിൽസ് നടത്തിയിട്ട് ആക്കിയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര അത്രയും പണിയായതുകൊണ്ട് എനിക്ക് അത്രയും പണി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നൂഡിൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് മാഗി ആണെങ്കിലും ഇപ്പി ആണെങ്കിലും ഇതുപോലെ അത് വേവേണ്ട വെള്ളം, കുറച്ച് വെള്ളം മാത്രം വെച്ച് അതിൽ മസാല തട്ടിയിട്ട് പിന്നെ ഇതിലോട്ട് പൊടിച്ചിടും. നമ്മുടെ ഈ നൂഡിൽസ് ഈ ആഡിൽ കാണുന്ന പോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ പൊടിച്ചങ്ങ് ഇടും. അപ്പോൾ നമുക്ക് കോരി തിന്നാൻ നല്ല എളുപ്പം, ഇങ്ങനെ നൂല് പോലെ കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ച് വേവിച്ച വെള്ളം പറ്റിച്ചെടുക്കും. അങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ മസാലയുടെ ഒക്കെ അതിനകത്ത് തന്നെ പിടിച്ച് കിട്ടും. ഈ ഇപ്പിയൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഓൾറെഡി ക്യാരറ്റും ബീൻസൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു മോടി അതിനകത്ത് കാണും. ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റത് അരിഞ്ഞ് പിന്നെ അത് സോട്ട് ചെയ്ത് അതിനകത്ത് മസാല ഇട്ട് അത്രയും പണി ചെയ്യാൻ നിൽക്കത്തില്ല. പിന്നെ അഥവാ മടിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നൂഡിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് മുട്ട നമ്മൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പം ലാസ്റ്റ് അതും കൂടെ തട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാറുണ്ട്. അങ്ങനെ ആക്കി തിന്നാറുണ്ട്. പക്ഷേ എന്നാലും പെട്ടെന്ന് ഇപ്പോൾ ഇതൊക്കെ ഈ അരിഞ്ഞ് പറക്കി വേവിച്ച് വരുമ്പോഴേ നമ്മുടെ വിശപ്പെല്ലാം പോവും. അവിടെ വിശപ്പോടെ തന്നെ തിന്നാൻ ഏറ്റവും ബെറ്റർ വഴി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ, അഥവാ വെള്ളം അധികത്തിലായി വെന്തിട്ടും വെള്ളം തോനെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം വെക്കുന്നത് എന്തെങ്കിലും അളവ് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഊറ്റിക്കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം മസാല മൊത്തം നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. മസാല ഇങ്ങനെ പാതിയൊന്നും ആക്കാതെ ആ ഫുള്ള് പാക്കറ്റ് മസാല ഇട്ട് ഇതേപോലെ വെള്ളം പറ്റിച്ച് വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അഥവാ ഒരു പോയിൻറ്റിന് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചത് ഊറ്റിക്കളഞ്ഞാലും ആ രുചിക്കൊന്നും വലിയ വ്യത്യാസം വരത്തില്ല. കാരണം മസാല മൊത്തം ഇടുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കഴിവതും ആ വെള്ളം ഒന്ന് അതിൻ്റെ ആ ഒരു പരുവത്തിന് ഒരെണ്ണം ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇച്ചിരി മാത്രമൊക്കെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. കൂടിപ്പോകുന്നതിനേക്കാളും കുറഞ്ഞ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കും. അതിങ്ങനെ ഇളക്കി അടിക്കട്ടിയുള്ള പാത്രം മെയിനായിട്ട് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം പറ്റിക്കുമ്പോഴത്തേക്ക് ഒരു ചെടിയുടെ കരിഞ്ഞും കൂടെ വരും. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഇതിനെ വേവിച്ച് ഇളക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കി ആവത്തില്ല, വെള്ളം കൂടിപ്പോയി കുഴവഴേ ആവത്തില്ല. നമ്മളിനി വേറെ അരിയാനും പറക്കാനോ നിന്ന് അതിനകത്തിട്ട് സോട്ട് ചെയ്ത് സമയം കളയണ്ട. ഉള്ള സമയത്തിന് വിശപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ആക്കി കഴിക്കാൻ പറ്റും.